Hello, welcome back and welcome to my YouTube channel. This is Hiba Jaffer here. നമ്മൾ ഖത്തറിലെ ഒരു ട്രഡീഷണൽ ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ആണിത്. അത് കുറച്ച് 2x സ്പീഡിലുള്ളത്, ഇത് കുറച്ച് സ്ലോ ആക്കിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ പറയാൻ പറ്റാത്ത കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരുപാട് അതിലൊരുവിധം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും മിസ്സാക്കിയിട്ടില്ല. എങ്കിലും നമ്മൾ ഏതാ ട്രൈ ചെയ്തത്, ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. അതൊരു 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ആണ്. അതിൽ നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഇതാണ് ഞാൻ ആ വീഡിയോയിൽ പ്രോമിസ് ചെയ്ത ഫുൾ വീഡിയോ. ഈ ഒരു ഫുഡിന്റെ പ്രോപ്പർ നെയിം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അവിടെ ജസ്റ്റ് പോയിട്ട് ഏതാ ഫ്ലേവർ വേണ്ടതെന്ന് മാത്രമാണ് പറയാറ്. നമ്മൾ വാങ്ങിയത് ഇവിടെ നിന്നല്ല. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ലേഡീസ് ഇരുന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വാങ്ങിയത് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരാളുടെ അടുത്ത് നിന്നാണ്. ആരുടെ അടുത്താണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചത് വേറെ ആളുടെ അടുത്താണ്. നമ്മൾ നമുക്കത് പോരാൻ തോന്നിയിട്ട് നമ്മൾ ഒന്നുകൂടെ വാങ്ങിച്ചത് ഈ ലേഡി ഇരുന്നാണ്. ഞാൻ ആദ്യം ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവിടുന്ന് ഏറ്റവും ഫസ്റ്റ് ഉള്ളത് കൊണ്ടും അവിടെ കുറേ സ്പേസ് ഉള്ളത് കൊണ്ടും ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ലേഡി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു. ഒട്ടും വിശക്കില്ലാത്ത ചീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ ഇവിടെ ലേഡീസാണ് അധികം വാങ്ങാനും വരുന്നത്. അപ്പോൾ ഈ ലേഡീസ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. എനിക്കിത് പ്രോപ്പറായിട്ട് അറിയില്ല. എങ്കിലും അവർ മുളക് വെള്ളം പോലത്തെ എന്തോ ഒരു സംഭവം ഒഴിക്കുന്നുണ്ട്. അത് സോസാണോ എന്നറിയില്ല, അതൊഴിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്ടെല്ല ഇടുന്നുണ്ട്, എന്തോ പൊടി ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനനുസരിച്ച് ഇവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ഇക്ക ഉള്ളിന്ന് വേറെ വാങ്ങിയിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് മുമ്പ് ഇത് ട്രൈ ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമാൻ ചിപ്സ് ഇട്ടത് അടിപൊളിയായിട്ടുണ്ട് കഴിക്കാൻ. നമ്മൾ അതാണ് വാങ്ങി ട്രൈ ചെയ്തത്. കഴിഞ്ഞ തവണ നീലുവിന് നമ്മൾ ചീസിന്റെ മേലെ ഒരു ഓംലെറ്റോ എന്തോ മുട്ട കലക്കി ഒഴിച്ച ഒരു ഐറ്റമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഈ ഒമാൻ ചിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ നിലുവിന് അന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ എഗ്ഗിന്റെ ഐറ്റം അത് അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് ഒരു തൃപ്തിക്കുറവ് തോന്നിയപ്പോൾ നമ്മൾ ഈ ഒമാൻ ചിപ്സ്, ഇപ്പൊ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒമാൻ ചിപ്സിന്റെയാണ് കേട്ടോ. അപ്പൊ ഈ ഒമാൻ ചിപ്സിന്റെ അവര് അവിടെ നിൽക്കുന്ന ലേഡി എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. എന്തോ അവർ ചോദിച്ചു. അവരും അറബികളാണ്. അപ്പൊ അവർ അറബിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരതെടുത്ത് ആഡ് ചെയ്തു. അതിനുശേഷം അവർ മറ്റേതിൽ എന്തോ ഒരു പൗഡർ ഇടുന്നുണ്ട്. അത് ന്യൂട്ടെല്ലിന്റെ ആണ് തോന്നുന്നു. അപ്പോൾ അതവർ ചെയ്യുന്നുണ്ട്. ന്യൂട്ടെല്ലയുടെ വേറെ സ്പ്രെഡ് ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇവിടെ ഫ്ലേവേഴ്സ് വരുന്നത് മെയിനായിട്ട് ഈ ഒമാൻ ചിപ്സിന്റെയും ന്യൂട്ടെല്ലയുടെയും പിന്നെ നമ്മൾ പറഞ്ഞ എഗ്ഗിന്റെ ഐറ്റം ഒക്കെയാണ്. വേറെ ബട്ടർ ഇട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. അങ്ങനെ ഇവര് അവിടെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് ഫ്ലേവർ ചോദിച്ചാലും അവര് ഇട്ട് കൊടുക്കും. നമ്മൾ ഇത് ആദ്യം വാങ്ങിച്ചത് ഒമാൻ ചിപ്സിന്റെ ആണ്. നമ്മളത് ട്രൈ ചെയ്തു. നിലുവിനത് കൊടുത്തു. അവള് കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവളൊരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പൊ നമ്മളത് കഴിച്ചു കഴിഞ്ഞപ്പോ അവള് പിന്നെയും അവളുടെ സ്ഥിരം അമിങ്ങി അവളെ ഫുഡിന് അമിങ്ങി എന്നാണ് ചോദിക്കുക. അതുപോലെ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കും ഇത് കഴിച്ചിട്ടൊരു നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ വന്ന, കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചൊരു എക്സ്പെക്ടേഷനിൽ വന്നത്ര ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇതിലെന്തോ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാണ്ടിരുന്നപ്പോൾ നമ്മൾ കരുതി ശരി മോൾക്കും വേണം, അപ്പൊ ഒന്നുകൂടെ വാങ്ങുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര നേരം കണ്ടില്ലേ വീഡിയോ കണ്ട് ആ ലേഡി അടുത്ത് പോയിട്ട് വാങ്ങി. കാരണം ഓൾറെഡി നമ്മൾ ഈ ഒമാൻ ചിപ്സ് ഇട്ട് വാങ്ങിയ ആളുടെ വാങ്ങിച്ചപ്പോൾ അവര് ചീസ് ഒന്നും അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവരാണെങ്കിലും നല്ല ചീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവര് നല്ല ചീസ് ഇടുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ചു വന്നു. അത് നല്ലോണം അവർ ചീസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ നിലുവിന് വാങ്ങുന്ന സമയത്ത് അവർ ആദ്യം ചീസ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ എഗ്ഗായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവര് ആദ്യം എഗ്ഗ് ഒഴിച്ചിട്ട് പിന്നെ ചീസ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇക്കയാണ് പോയി വാങ്ങിയത്, ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു. എനിവേ നമ്മൾ ആദ്യം വാങ്ങിയതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇനിയും അവിടെ ട്രൈ ചെയ്യാൻ കുറെ ഫ്ലേവേഴ്സ് ബാക്കിയുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Thank you for watching. Don't forget to subscribe. Bye.